ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. കർത്താവായ യേശു മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ തൻ്റെ മഹത്വവും പ്രതാപവും മാറ്റിവെച്ചു. അവൻ ഒരു ദാസന്റെ രൂപം സ്വീകരിച്ച് വിനയം കൊണ്ട് അരക്കെട്ട് ധരിച്ചു. അവൻ നമ്മെപ്പോലെ മാംസത്തിലും രക്തത്തിലുമായിരുന്നു. അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനാക്കി എന്ന് എബ്രായർ 2-ാം അധ്യായം 9-ാം വാക്യത്തെ നമുക്ക് കാണാൻ കഴിയും. ദൈവപുത്രനായ യേശുക്രിസ്തുവിന് ദൈവദൂതന്മാരാൽ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നു. എല്ലാ സുവിശേഷങ്ങളിൽ നിന്നും നമുക്ക് പിന്തുടരാൻ മാതൃകയായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലുടനീളം ദൂതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. യേശുവിൻ്റെ ജനനത്തിൽ മാലാഖമാർ വലിയ സന്തോഷത്താൽ നിറഞ്ഞു. അവർ വയലിൽ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. സ്വർഗീയ സൈന്യത്തിൻ്റെ സേന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ലൂക്കോസ് 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. എല്ലാ കുട്ടികളെയും കൊല്ലാൻ ഹേരോദാവ് തന്ത്രം മെനയുന്നതായി ദൂതൻ അറിഞ്ഞപ്പോൾ അവൻ ഉടനെ സ്വപ്നത്തിൽ യോസഫിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോവുക. ഞാൻ നിന്നോട് വിവരം അറിയിക്കുന്നത് വരെ അവിടെ താമസിക്കുക. ഹേരോദാവ് ശിശുവിനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് മത്തായി 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഹെരോദാവ് മരിച്ചപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അവൻ്റെ അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോക. ശിശുവിൻ്റെ ജീവനെ അന്വേഷിച്ചവർ മരിച്ചു എന്ന്. യേശു 40 രാവും 40 പകലും ഉപവസിച്ചപ്പോൾ പരീക്ഷകൻ അവനെ പരീക്ഷിക്കാൻ വന്നു. അവൻ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ചതിന് ശേഷം ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. അത് എത്ര ആശ്വാസകരവും പ്രോത്സാഹനജനകവുമായിരുന്നു. ദൂതന്മാരുടെ ശുശ്രൂഷയിൽ കർത്താവ് വളരെ പ്രസാദിക്കുമായിരുന്നു. അവൻ അവരുടെ ശുശ്രൂഷ നിരസിച്ചില്ല എന്ന് മത്തായി സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവിൻ്റെ പുനരുദ്ധാന സമയത്ത് കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അവൻ കല്ലറയുടെ കല്ല് ഉരുട്ടി അതിന്മേലിരുന്നു എന്ന് മത്തായി 28-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ദൂതന്റെ മുഖം മിന്നൽ പോലെയായിരുന്നു. കാവൽക്കാരെല്ലാം ദൂതനെ കണ്ടപ്പോൾ മരിച്ചവരെ പോലെ വീണു. അവന്റെ മുഖഭാവം പടയാളികളിൽ ഭയം സൃഷ്ടിച്ചപ്പോൾ മതിലക്കാരത്തി മറിയയും മറ്റു സ്ത്രീകൾക്കും അവനോട് ധൈര്യത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞു. സമാനമായി യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ദൂതന്മാർ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ദൈവമക്കളെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളവുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അന്നാളിൽ നാം കർത്താവിനെയും അവന്റെ എല്ലാ ദൂതന്മാരെയും കാണും. നാം സന്തോഷിക്കുകയും അവന്റെ സ്തുതി പാടുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടു കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ശമൂവേൽ 15-16 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 10-ാം അധ്യായം 25 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.